പി വി അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിരുന്നു. അൻവർ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം. മാത്രമല്ല ഗാന്ധി എന്ന പേര് ഉപയോഗിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത വെറും 4ാം കിട പൗരനാണ് രാഹുൽ ഗാന്ധി എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. വലിയ വിവാദമായിരിക്കുക. അല്ല, അത് വെറുതെ ഉണ്ടാക്കുന്ന വിവാദമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ് PV അൻവർ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ വസ്തുത എന്തുമായിക്കോട്ടെ, ആ പറഞ്ഞതിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ലംഘനം ഒന്നുമില്ല. ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കാം. ഒരാളെ 4ാം കിട പൗരനെന്ന് പറയുന്നു. സോ വാട്ട്? ഹീസ് എ സ്റ്റുപ്പിഡ് മാൻ. പക്ഷെ അതിലൊരു കാര്യമില്ലേ, ഗാന്ധി എന്നുള്ള പേര് ഉപയോഗിക്കാൻ ഒരു യോഗ്യതയില്ല. സത്യമോ അല്ലെങ്കിൽ തെറ്റോ ശരിയോ എന്നുള്ളതല്ല. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ടോ? ഇതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടില്ലെങ്കിൽ PV അൻവർ ഈസ് ഫ്രീ. 4ാം കിട പൗരൻ എന്നൊരാളെ വിളിക്കുന്നതോ? 4ാം കിട പൗരൻ എന്നൊരാളെ വിളിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമില്ല. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. സുനിൽ എന്നെ 4ാം കിട പൗരൻ എന്ന് വിളിച്ചു, എനിക്ക് ദേഷ്യം വന്നു, ഞാൻ വിറവലൊക്കെ വന്നു, ബഹളമാകി. ശരി, ഞാൻ ഇമോഷണലി അപ്സെറ്റായി. ബട്ട് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമല്ല എന്ന്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി എടുക്കാനോ അല്ലെങ്കിൽ അയാളോട് മിണ്ടാതിരിക്കണമെന്ന് പറയാനോ പറ്റുള്ളൂ. ദർ ഈസ് നത്തിങ്. രാഹുൽ ഗാന്ധി, ആ ഗാന്ധി എന്നുള്ള പേര് ചേർക്കാനുള്ള യോഗ്യത ഈ മനുഷ്യനില്ല. അതില്ലെന്ന് നമുക്കും അറിയാലോ. അതെ. അപ്പോൾ അത് അൻവർ പറഞ്ഞു. അതുകൊണ്ട് എന്താ? അപ്പോഴും ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ PV അൻവർ പറഞ്ഞത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അതർവൈസ് വേറെ ഒരുപാട് അതിനെപ്പറ്റി പറയാനുണ്ട്. രാഹുൽ ഗാന്ധി എന്നല്ല, സോണിയാഗാന്ധിക്കും ഗാന്ധി എന്ന് ചേർക്കാനുള്ള യോഗ്യതയില്ല, പ്രിയങ്ക ഗാന്ധിക്കും ഇല്ല. ഗാന്ധി എന്നുള്ള പേര് തന്നെ പാടില്ല, ഖണ്ഡിയാണ്, ഫിറോസ് ഖണ്ഡിയാണില്ല, അതല്ലേ ചേർക്കേണ്ടത്. അപ്പോൾ ഇതില്ലാതെ ഈ കളക്കളി എത്രയോ കാലമായിട്ട് ഇവർ ചെയ്യുന്നു. സോണിയാഗാന്ധി മഹാത്മാഗാന്ധിയുടെ മകളാണെന്ന് ധരിക്കുന്നവരുണ്ട്, പ്രിയങ്ക ഗാന്ധി മഹാത്മാഗാന്ധിയുടെ മകളാണെന്ന് ധരിക്കുന്നവരുണ്ട്. ഗാന്ധിയെ വെച്ച് ശരിക്കും മുതലെടുത്തു. അല്ല, ഇപ്പോഴും ഉണ്ട്. നമ്മളിടയ്ക്ക് ഒരു ഈ പബ്ലിക് ഒപ്പീനിയൻ എടുത്തു, ഇന്ദിരാഗാന്ധിയുടെ മകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, മഹാത്മാഗാന്ധിയുടെ മകനാണ്, കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ കൊച്ചിയിലുണ്ട്. അതാണ് ആ പേരിൻ്റെ മഹത്വം. ആ പേര് വെച്ചാണ് ഇവർ കളിക്കുന്നത്. ഇതുവരെ CPM അതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. PV അൻവർ ഒരല്പം പാർഷ്യലി നമ്മൾ ഈ തിരുവിതാംകൂർ ഭാഗത്ത് വാവളപ്പൻ എന്ന് പറയും, എന്തും വിളിച്ചു പറയാൻ അങ്ങനെയുള്ള ആൾക്കാർ. അതൊരു ചീത്ത വാക്കൊന്നുമല്ല, പക്ഷെ ഒരു കളിയാക്കൽ വാക്കാണ്. ഈ അതുപോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കാതെ അവരെയും വാവളപ്പന്മാരെന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ വാവൊളിയൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈഷൽ ഭേദങ്ങളോടെ പലരും ഉപയോഗിക്കാറ്. അങ്ങനെ ഒരു മനുഷ്യനാണ് PV അൻവർ. അതിലും തെറ്റൊന്നുമില്ല. പബ്ലിക് ഫിഗേഴ്സിൻ്റെ ക്യാരക്ടർ പലരും പല രീതിയും ശൈലിയൊക്കെ പിന്തുടരുന്നവരാണ്. അപ്പോൾ അൻവറിൻ്റെ ശൈലിയിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു. അതിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ലംഘനമില്ല, ഒരധിക്ഷേപവുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ PV അൻവർക്ക് ഭ്രാന്താണ് എന്നൊരാൾ പറഞ്ഞു എന്ന് വെച്ചോ, ഭ്രാന്താണോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമല്ലാതെ VD സതീശൻ്റെ തല പരിശോധിക്കണം എന്ന് പിണറായി വിജയൻ എഴുതിയില്ലേ, പറഞ്ഞില്ലേ? പണ്ട് ഫയലിൽ എഴുതി, ഇപ്പോൾ പറഞ്ഞു VD സതീശൻ. ഇതിങ്ങനെ പലരും പറയാറുണ്ട്. ഇയാൾ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പറ്റി രാവിലെ അങ്ങേര് ഗുളിക കഴിച്ചില്ല, അതുകൊണ്ടായി പ്രശ്നം, ഉച്ചയാകുമ്പോൾ മാറിക്കോളും എന്നൊക്കെ പറയാറുണ്ട്. ഭ്രാന്താണെന്നാണ് അതിൻ്റെ വ്യംഗ്യം. ഇനി ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമില്ല. ഡിഫമേറ്ററി ആണെന്നേ ഉള്ളൂ. ഡിഫമേറ്ററി ആണോ? അത് ഡിഫമേറ്ററി അല്ല. വേണമെങ്കിൽ ഒരു നോട്ടീസ് അയച്ച് കേസ് കൊടുക്കാം, ഭ്രാന്താണ് നിങ്ങൾക്ക്, അതുകൊണ്ട് കേസ് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതൊന്നും ഒരു പൊതുരംഗത്ത് ഇതൊന്നും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമല്ല. പക്ഷെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞാലോ? അതിലെന്താ തെറ്റ്? അത് പിതൃത്വത്തെ ചോദ്യം ചെയ്യാണ്. പിതൃത്വത്തെ ചോദ്യം ചെയ്യാണ് നിങ്ങളോട് ആര് പറഞ്ഞു? മാതൃത്വത്തെ ചോദ്യം ചെയ്യാനാണെങ്കിലോ? അല്ലെങ്കിൽ മൃഗമാണ്, മനുഷ്യനല്ല, മൃഗമാണ്, ആ DNA ടെസ്റ്റിലേ വരുള്ളൂ, ഇരുകാലി മൃഗം, ഇങ്ങനെയൊക്കെ പറയാവുന്ന തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് എത്ര രൂക്ഷമായിട്ടാണ് നടക്കുന്നതെന്ന് ബോധ്യമില്ലായിട്ടാണ് ഇപ്പോൾ ഈ ഒരുതരം ഇല്ലാത്ത, മലയാളിക്കില്ലാത്ത ഒരുതരം യൂറോപ്യൻ സെൻസിബിലിറ്റി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതേ തുടർന്നാണ് ഈ വക പ്രശ്നങ്ങളെല്ലാം. ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ലേ ഡിമാലഗുണ്ടൻ, അതെന്തോ ഒരു തെരുവാക്കാണെന്ന് പലരും വിചാരിക്കാറുണ്ട്. അല്ല, അത് എഴുത്തുകാരൻ്റെ അല്ലേ? ഇയാൾ രാമൻ നായർ കോട്ടയത്ത് നിന്ന് ഇറങ്ങി സരസൻ എന്ന ഹാസ്യമാസിക വാണക്കുറ്റി രാമൻ നായർ, അദ്ദേഹമാണ് ഈ ഡിമാലഗുണ്ടൻ എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത്
ഒരല്പം പൊങ്ങച്ചമൊക്കെ പറഞ്ഞ് ഇല്ലാത്ത മേനിയൊക്കെ നടിച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാരൻ, പൊതുപ്രവർത്തകൻ, അല്ലാതെ നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് ഈ പലചരക്കടയുടെയൊക്കെ മുമ്പിൽ ഒരു ബെഞ്ച് ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഗീർവാണം അടിച്ച് ഈ ജാലിയൻ കണാരൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആൾക്കാർ, ഇവരെയൊക്കെ ഡിമാലഗുണ്ടൻ എന്നാണ് രാമൻ നായർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ തലമുറയും കഴിഞ്ഞു. രാമൻ നായർ മരിച്ചുപോയി, സരസൻ നിന്നുപോയി. പക്ഷേ എൻ്റെ നാക്കിൽ നിന്ന് ആ പേര് പോയിട്ടില്ല. ഇപ്പോൾ അത് പൊതുവെ ആരും പ്രയോഗിക്കാറില്ല. ഞാൻ പഴയ പേര് ഉപയോഗിക്കുന്നു, അല്ലാതെ അതിൽ അശ്ലീലമോ സംഗതിയോ ഒന്നുമില്ല. ഇതൊക്കെ സഭ്യമായ പേരുകളാണ്. പക്ഷെ എനിക്ക് അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു അത്ഭുതം. അൻവർ പറഞ്ഞ് അതിൻ്റെ ശബ്ദത്തിൻ്റെ എക്കോ തീരുമ്പോൾ പിണറായി വന്നതിനെ അതിനെ ന്യായീകരിച്ചു. അതെ, പിണറായിക്ക് പ്രിയപ്പെട്ട ആളാണ് അൻവർ. അതുകൊണ്ട് അടിയൻ ലച്ചിപ്പോവും എന്ന് പറഞ്ഞ പോലെ പിണറായി രക്ഷിക്കാൻ ഇറങ്ങുന്നു. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ പറയുകയാണ് പിണറായി ഒരു ക്ണാപ്പനാണ് എന്ന് പറഞ്ഞു വെച്ചു. അതൊരു ചീത്ത ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ഈ ക്ണാപ്പൻ ഒരു എന്തോ ഒരു ബ്രിട്ടീഷുകാരനെ മറ്റായിരുന്നു ഒരു അതെ ആളുണ്ടായിരുന്നു, KNAPP. ഇതിനെ അവർ ഇംഗ്ലീഷുകാരൻ നാപ്പ് എന്നേ പറയുള്ളൂ, നമ്മളത് ക്ണാപ്പ് എന്ന് വായിച്ചു. അപ്പോൾ ഇവിടെ MSP ക്യാമ്പ് ഉണ്ടല്ലോ മലപ്പുറത്ത്, മലബാർ സ്പെഷ്യൽ പോലീസ്. ആ ക്യാമ്പിൽ പോലീസുകാർക്ക് ഒരുപാട് പരാതികൾ. ഈ പരാതികൾ പരിശോധിച്ച് വേണ്ട പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് ഒരു സായിപ്പിനെ വിട്ടു. ആ സായിപ്പിൻ്റെ പേരാണ് ക്ണാപ്പ്. ഇയാൾ വന്ന് പരാതിയൊക്കെ കേട്ട് പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ പഴയതിലും കഷ്ടമായി. അപ്പോൾ ആ പോലീസുകാരാണ് ക്ണാപ്പൻ പരിഷ്കാരം. ഇതൊരുമാതിരി ക്ണാപ്പനെ ഏർപ്പാട്. ഇങ്ങനെ ഈ ക്ണാപ്പ് അങ്ങോട്ട് പോപ്പുലറായി വന്നതുപോലെ തിരുവിതാംകൂർ ഭാഗത്തുമെല്ലാം ഇത് വ്യാപിച്ചു. അപ്പോൾ ഇതെന്തോ അസഭ്യ വാക്കാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ടായി. അങ്ങനെയല്ല, അത് സഭ്യമായ ഒരു വാക്കാണ്. എന്ന് വെച്ചാൽ വെളുക്കാൻ വെച്ചത് പാണ്ടായി എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ക്ണാപ്പൻ പരിഷ്കാരം. ക്ണാപ്പൻ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് പരിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആ കൂടെ പ്രശ്നമായി, ശ്വാസം മുട്ടലായി, ക്യാമ്പിൽ ജീവിക്കാൻ മേലാതെയായി പോലീസുകാർക്ക്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യർക്ക് ക്ണാപ്പൻ എന്ന് പേര് വന്നു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ അവന് ക്ണാപ്പന് എന്ന് നമ്മൾ പറയാൻ തുടങ്ങി. അപ്പോഴും അത് ചീത്ത വാക്കല്ല, അശ്ലീലമല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ആരെങ്കിലും ക്ണാപ്പൻ എന്ന് വിളിച്ചാൽ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. കാരണം ഇതിൻ്റെ ഉത്ഭവമോ വളർച്ചയോ പ്രയോഗമോ ഒന്നും അറിയില്ല. ഇതാണ് കുഴപ്പം. പിന്നെ വാക്കുകളുടെ അർത്ഥം മാറാറുമുണ്ട്. പണ്ട് യേശുക്രിസ്തു കുരിശിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാമായിരുന്നു. ഇപ്പോൾ പറയാൻ പറ്റില്ല. പീഡനം വേറെയായി, പീഡനത്തിൻ്റെ അർത്ഥം വേറെയായി. യേശുക്രിസ്തുവിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്നു അത്. യേശുക്രിസ്തു ആണല്ലേ എന്നൊക്കെ ചോദിച്ച് ആകെ കൂടെ പ്രശ്നത്തിലാകുന്നു. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. പീഡാനുഭവ തിരുനാളെന്നൊക്കെ പറയാൻ ഇപ്പോൾ പള്ളിയിലച്ചന്മാർക്ക് ഒരു പേടിയാണ്. എന്ത് ചെയ്യും? അപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥം മാറുന്നത് അത് വളരെ ക്ണാപ്പനെ കുറിച്ച് ആലോചിക്കണേ. അപ്പോൾ അവൻ ക്ണാപ്പൻ അറിയുന്നില്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പുള്ളി നമ്മുടെ നിത്യ സംഭാഷണത്തിലെ ഒരു കഥാപാത്രമാണെന്നുള്ളത്. എംഡനും അതുപോലെയാണ്. എംഡൻ ഒരു ജർമ്മൻ കപ്പലിൻ്റെ അന്തർവാഹിനിയായിരുന്നു, കപ്പലായിരുന്നില്ല. ഏതായാലും ഇതാണ് എംഡൻ, നമ്മൾ മദ്രാസ് തീരത്ത് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വലിയ സാധനങ്ങൾക്ക് എംഡൻ, അത് യമണ്ടനായി എന്നൊക്കെ മാറ്റി പ്രയോഗിച്ചു. അതുകൊണ്ട് ഇത്തരം വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടൊന്നും അധിക്ഷേപമാകുന്നില്ല. രാഹുൽ ഗാന്ധി അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സുകാർ അപ്സെറ്റായി എന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ്സുകാരുടെ ഒരു ഗതികേട് നോക്ക്. ഈ PV അൻവർ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യം എന്താ? സതീശൻ 150 കോടി മീൻ വണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങളങ്ങ് അവഗണിച്ചാൽ പോരെ. അന്ന് സതീശൻ്റെ റിയാക്ഷൻ കറക്റ്റായിരുന്നു. സതീശൻ പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ചിരിക്കണോ കരയണോ എന്ന് ചോദിച്ചു. അതുപോലെയുള്ളൂ. ഈ PV അൻവർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ PV അൻവർ കേരള രാഷ്ട്രീയത്തിൽ വലിയ അധികായനായ ഒരു CPM നേതാവാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ. PV അൻവറിൻ്റെ ചരിത്രം നമുക്കറിയാം. കയ്യിൽ 10 പുത്തനുണ്ട്. ഈ PV അൻവർ ഈക്വൽ പിണറായി വിജയൻ എന്നുള്ള രണ്ടും PV ഉണ്ടല്ലോ, ആ ഇക്വേഷൻ്റെ ഭാഗമായിട്ടിരിക്കും. അല്ല, അത് കാശിൻ്റെ ഏർപ്പാടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനിഷ്യൽ യാദൃശ്യമായിട്ട് അങ്ങനെ ആയിപ്പോയി. അല്ല, അതുകൊണ്ടായിരിക്കാം പാർട്ടിക്കുള്ളിൽ PV അൻവർ ശക്തനാണ്. അതെ. പക്ഷേ പൊളിറ്റിക്സിൽ PV അൻവറിന് അനാവശ്യമായ വലിപ്പം കോൺഗ്രസ് വകവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധിയെ PV അൻവർ വിമർശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് അങ്ങ് വിടേണ്ട കാര്യമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക്
PV അൻവറിനെ ഒരു വിഗ്രഹമാക്കി വളർത്തിയെടുക്കാനുള്ള ബാധ്യത എന്തിന് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്? അതെ. അത് എനിക്ക് മനസ്സിലാവും. ന്യായമായ ചോദ്യമാണ്. ഫൂളിഷ് ഇഗ്നോർ ചെയ്യേണ്ട ആളാണ്. ഇഗ്നോർ ചെയ്യേണ്ട ആളാണ്. ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ കമ്പയർ ടു രാഹുൽ ഗാന്ധി. അതെ. ഇപ്പോൾ PV അൻവർ VD സതീശനെ ചീത്ത പറഞ്ഞു സീരിയസ് ആയിട്ട് എടുക്കാൻ മനസ്സിലാക്കാം നമുക്ക്. പക്ഷേ രാഹുൽ ഗാന്ധിയെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ കൊതുകടിച്ച പോലെ. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിമർശനത്തിന് നരേന്ദ്രമോദി മറുപടി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഫ്രം സബ്ലൈം ടു റിഡിക്കുലസ്, ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആ ഒരു വ്യത്യാസം നിലനിർത്തണ്ടേ? അതുകൊണ്ട് മഹാമോശമായി പോയി. കോൺഗ്രസ് പ്രതികരിക്കരുതായിരുന്നു. കോൺഗ്രസ് ഇനി അൻവറിൻ്റെ പേരേ പറയാതിരിക്കട്ടെ. അതാണ് അഭികാമ്യം. രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചു, മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള മട്ടിലാണ് TV-ക്കാരും ഇത് ഉപയോഗിക്കുന്നത്. TV-ക്കാർക്കും അല്ല, അതിന് വേറെ കാര്യമുണ്ട്. നിലമ്പൂർ MLA ആണ്, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലാണ്, മുസ്ലിമാണ്. അല്ല, ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും PV അൻവർ എന്ന ഫിഗറിന് രാഹുൽ ഗാന്ധിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്ത് വലിപ്പമുണ്ട്? PV അൻവർ നോട്ട് എ സ്മോൾ മാൻ, ഞാൻ അദ്ദേഹത്തെ കൊച്ചാക്കി പറയുകയില്ല. ബട്ട് കമ്പയർ ടു രാഹുൽ ഗാന്ധി ആ സ്റ്റേച്ചറുമായിട്ട് നോക്കുമ്പോൾ PV അൻവർ ഈസ് ടു സ്മോൾ. കേരളത്തിന് പുറത്ത് ആരറിയും PV അൻവർ? കേരളത്തിന് പുറത്ത് അറിയപ്പെടുന്ന ഇവരുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരേ ഒരു നേതാവ് പിണറായി വിജയനായിരിക്കും, മുഖ്യമന്ത്രി ആയതുകൊണ്ട്. ബാക്കി ആർക്കും കേരളത്തിന് പുറത്ത് മേൽവിലാസമില്ല, അറിയപ്പെടുന്ന ആരുമില്ല. കേരള രാഷ്ട്രീയത്തിനൊരു ശാപം തന്നെ അതാണ്. കേരളത്തിന് പുറത്ത് തല നീട്ടാൻ കെൽപ്പില്ലാത്ത രാഷ്ട്രീയ നേതാക്കളാണ് എല്ലാ പാർട്ടികളിലും ഉള്ളത്. ദേ ഹാവ് നോ അഡ്രസ് ബിയോണ്ട് കേരള. അതൊക്കെ വലിയൊരു പ്രശ്നമാണ്. അവർക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. ഇവിടെ മതി, ഈ ഇട്ടാവട്ടത്തിൽ തായം കളിക്കുകയാണ്. ലുക്ക്, ഇവിടെ തമിഴ്നാട്ടിൽ പിണറായി വിജയനെ പ്രസംഗിക്കാൻ വിളിക്കുന്നുണ്ടോ? ഇല്ല. ബംഗാളിലില്ല, എങ്ങും വിളിക്കുന്നില്ല. ബാക്കി മുഖ്യമന്ത്രിമാർ ഇന്ത്യയും മുന്നണി എന്നൊക്കെ പറഞ്ഞ് കൈവക്ക് പരിപാടിയുണ്ടല്ലോ, ആ പരിപാടിക്കൊക്കെ പോകുമ്പോൾ അതിലും പിണറായി വിജയനില്ല. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ വലിയ റാലി വെച്ചു, ഭീകരമായി. ഞാൻ ഏഷ്യാനെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര പോസിറ്റീവ് വാർത്തയാണ്. അതിശക്തമായ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി സുഖമില്ലാത്തതുകൊണ്ട് പങ്കെടുത്തില്ല, മമതാ ബാനർജി പങ്കെടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെ പങ്കെടുത്തില്ല. സീതാറാം യെച്ചൂരി അവസാന നിമിഷം അസൗകര്യമാണെന്ന് അറിയിച്ചു, പങ്കെടുത്തില്ല. പിന്നെ എന്താ മഹാറാലി? ഈ 3 പേരുമില്ല. അത് കഴിഞ്ഞാണ് സ്റ്റാർ വാർത്ത വരുന്നത്, കലാപരിപാടി. RJDയും കോൺഗ്രസും തമ്മിൽ കാസേര എടുത്ത് അടിച്ച് ആ ബീഹാറുകാരൻ്റെയൊക്കെ തടിയുണ്ടല്ലോ, ഇതൊരു വെച്ചാൽ അവസാനം പോലീസ് കയറിയാണ്. എന്നിട്ട് ഇവരുടെ പോക്കറ്റിൽ നിന്ന് ഏഷ്യാനെറ്റ് ഇട്ടിരിക്കുകയാണ്. നേതാക്കൾ ചേർന്നാണ് പ്രവർത്തകരെ ശാന്തരാക്കി. നേതാക്കൾ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ തല്ലി കിട്ടും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയ പോലീസ് വന്നാണ് വിഷ്വൽസിൽ കാണാം. പോലീസുകാരാണ് പൊട്ട തല്ല് നിൽക്കി, ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണക്കിന് പ്ലാസ്റ്റിക് ചെയർ ഇട്ട് അടിക്കുകയാണ് ഇവന്മാർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ നടുക്കൊന്നും തന്നെ പിണറായി വിജയനെ കാണാറില്ല. അതുകൊണ്ട് PV അൻവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, ചട്ടലംഘനവുമില്ല. ബട്ട് PV അൻവറിന് അനാവശ്യമായ ഇമ്പോർട്ടൻസ് കോൺഗ്രസ് കൊടുക്കരുത്. കോൺഗ്രസ് പിടിച്ച പിടി വിടട്ടെ, അതാണ് നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.